മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2024 ഫെബ്രുവരി 7 ബുധൻ. ഒരിക്കലും ആരോഗ്യകരമായൊരു ജനാധിപത്യമോ മെച്ചപ്പെട്ട സാമ്പത്തിക സുസ്ഥിതിയോ ഇന്നുവരെ വിധിച്ചിട്ടില്ലാത്ത പാകിസ്ഥാന് സമീപഭാവിയിലെങ്കിലും കരകയറുമെന്ന പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ല നാളെ നടക്കാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പ് എന്ന് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. തെരഞ്ഞെടുപ്പിനാകുമോ പാകിസ്ഥാനെ കരകയറ്റാൻ? നാളെ 2024 ഫെബ്രുവരി 8 16ാമത് ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്താൻ പാകിസ്ഥാനിൽ 12.8 കോടി സമ്മതിദായകരാണ് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2018 ജൂലൈ 25 നടന്ന തെരഞ്ഞെടുപ്പിൽ 51.7% വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ അന്തരീക്ഷം പൂർവാധികം കലുഷിതമായിരിക്കെ ഇക്കുറി എത്രയാകും പോളിംഗ് എന്ന് പ്രവചിക്കാനാവില്ല. പഞ്ചാബ്, സിന്ധ്, ഖൈബർ പഖ്തൂൺഖ, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കുന്നതുകൊണ്ട് പോളിംഗ് ശതമാനം വർദ്ധിക്കാനുമിടയുണ്ട്. ചെറുതും വലുതുമായ 167 രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ്, മുൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രി ബേനസീർ ഭൂട്ടോയും നയിച്ച പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, ഇപ്പോൾ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി എന്നിവയാണ് മാറ്റുരയ്ക്കുന്ന പ്രധാന കക്ഷികൾ. 2018 തെരഞ്ഞെടുപ്പിൽ വൻ ജനപിന്തുണ തെളിയിച്ച് വിജയിച്ച മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഇമ്രാൻഖാൻ മത്സരിക്കാൻ അയോഗ്യത കൽപ്പിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗോദയിലില്ല. അദ്ദേഹത്തിൻ്റെ വലംകൈയായ മുൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറൈഷിയും തഥൈവ. ചോർന്ന പാനമ ഫയലുകളിലെ അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട നവാസ് ഷെരീഫ് 4 വർഷക്കാലം ലണ്ടനിൽ പ്രവാസ ജീവിതം നയിച്ച ശേഷം കോടതി തന്നെ പച്ചക്കൊടി കാട്ടിയതിനാൽ തിരിച്ചെത്തി ഇലക്ഷൻ പ്രചാരണത്തിൽ സജീവമാണ്. യുവാവായ ബിലാവൽ ഭൂട്ടോ മാതാമഹൻ്റെയോ മാതാവ് ബേനസീറിൻ്റെയോ ശമശീർഷനായി ഉയർന്നിട്ടില്ലെങ്കിലും സിന്ധിൽ പരമ്പരാഗത കുടുംബസ്വാധീനത്തിൻ്റെ പിൻബലത്തിൽ പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നു. മൗലാന ഫസലുർ റഹ്മാൻ്റെ ജംഇയ്യത്തുൽ ഉലമായ ഇസ്ലാം, സിറാജുൽ ഹക്ക് നേതൃത്വം നൽകുന്ന ജമാഅത്തെ ഇസ്ലാമി, കറാച്ചിയിലെ പ്രബല കക്ഷിയായ MQM തുടങ്ങിയവയാണ് മറ്റു പാർട്ടികൾ. 266 നാഷണൽ അസംബ്ലി ജനറൽ സീറ്റുകളിലേക്ക് വലിയൊരു വിഭാഗം മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വേഷമിട്ടാണ്. ഒരു പ്രധാന കാരണം ഇമ്രാൻഖാൻ്റെ ഇൻസാഫ് പാർട്ടിയുടെ ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റിന് ഇലക്ഷൻ കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയതാണ്. തന്മൂലം സ്വതന്ത്രരായേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ജനവിധി തേടാനാകൂ. സ്ഥാപിതമായി 75 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്ത്യയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി തുടരുന്ന കടുത്ത രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കും പുറമേ 2022 മഹാപ്രളയം വിതച്ച അഭൂതപൂർവമായ നാശനഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും കൊണ്ട് പൊറുതിമുട്ടുകയാണ് ജനസംഖ്യയിൽ ലോകത്ത് 5ാമത്തേതായ പാക് ജനത. ഒരു $1 വില 277 പാക് ഉറുപ്പികയാണെന്നോർക്കുക. രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് പ്രധാന കാരണം രാജ്യായുസ്സിൻ്റെ പകുതി കാലമെങ്കിലും നേരിട്ട് ഭരിച്ച പട്ടാളത്തിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഇടപെടൽ തന്നെ. ജനപിന്തുണ അസന്നിഗ്ധമായി തെളിയിച്ചു 2018 അധികാരത്തിൽ വന്ന തന്നെ നിഷ്കരുണം പുറത്താക്കിയത് പട്ടാളവും അമേരിക്കയും ചേർന്നാണെന്ന് ഇമ്രാൻഖാൻ നിരന്തരം ആരോപിക്കുന്നതിൽ വലിയൊരു ശരിയുണ്ട്. ആദ്യം അധികാരത്തിലേറിയപ്പോൾ സൈന്യമാണ് ഇമ്രാൻഖാൻ്റെ പിന്നിലെന്ന് ആരോപിച്ചത് PPPയും നവാസ് ഷെരീഫിൻ്റെ മുസ്ലിം ലീഗുമായിരുന്നെങ്കിൽ ഇത്തവണ അദ്ദേഹത്തിനെതിരെ പട്ടാളം പ്രത്യക്ഷത്തിൽ തന്നെ കരുക്കൾ നീക്കുകയായിരുന്നു. 150-ൽ പരം കേസുകളിൽ കുരുക്കി ഖാനെ തടവറയിൽ പാർപ്പിച്ചത് കോടതി വിധികളാണെങ്കിലും സുപ്രീം കോടതി തന്നെ അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയ സന്ദർഭങ്ങളുണ്ടായി. ഇമ്രാൻഖാൻ പട്ടാളത്തെ പരസ്യമായി കുറ്റപ്പെടുത്തിയതും അനുയായികൾ ഒരു ഘട്ടത്തിൽ സൈനിക ബാരക്കുകൾ ആക്രമിച്ചതും ജനറൽമാർക്ക് പറഞ്ഞു നിൽക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു. ചൈനയുമായുള്ള അടുത്ത ബന്ധവും അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴിയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൻ്റെ മഹാ ഇടവഴി പദ്ധതിയും ചൈനയെ മുഖ്യശത്രുവായി കാണുന്ന അമേരിക്കയെ പ്രകോപിപ്പിച്ചതിൽ അത്ഭുതമില്ല. മറുവശത്ത് പാകിസ്ഥാൻ്റെ മുഖ്യശത്രുവായ ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധം ദൃഢതരമാണു താനും. അതിനിടെയാണ് പാകിസ്ഥാനിൽ ഇടതടവില്ലാതെ തുടരുന്ന ഭീകര സംഘടനകളുടെ ബോംബ് സ്ഫോടനങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇറാൻ പാക് അതിർത്തിയിൽ ഇറാൻ ഭടന്മാരുടെ ജീവാപായത്തിൽ കലാശിച്ച സ്ഫോടനം സ്വതേ സാധാരണ നിലയിലായിരുന്ന ഇറാനുമായുള്ള ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ പാക് ഭാഗത്തും നാശനഷ്ടങ്ങളുണ്ടായി. ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുന്നിടത്തോളം മോശമായി തീർന്ന പരസ്പര ബന്ധങ്ങൾ ഇപ്പോൾ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതെന്തായാലും ഒരിക്കലും ആരോഗ്യകരമായൊരു ജനാധിപത്യമോ മെച്ചപ്പെട്ട സാമ്പത്തിക സുസ്ഥിതിയോ ഇന്നുവരെ വിധിച്ചിട്ടില്ലാത്ത അയൽ രാജ്യം
സമീപ ഭാവിയിലെങ്കിലും കരകയറുമെന്ന പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ല നാളെ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് എന്ന് വിലയിരുത്താനേ സംഭവഗതികൾ സഹായിക്കുന്നുള്ളൂ. മാധ്യമം പോഡ്കാസ്റ്റ്.